ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എക്സ് മിക്യൂൻ. അപ്പോൾ നമ്മൾ കസിയ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജ് ഒരു ഡ്രസ്സിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈമൊക്കെ ആയിട്ടാണ് ഞാനങ്ങനെ മേക്കപ്പ് ഒന്നും എപ്പോഴും റീലെടുക്കാന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാനിങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാനിന്ന് അവിടെ നിന്ന് ചെറുതായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ലെങ്സ് വയ്ക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ലാണ് ഞാൻ ഇരുന്ന് കൊടുത്തെങ്കിൽ ആദ്യം തന്നെ കണ്ണി വെക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് വരുമ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രം ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് എൻ്റെ നാച്ചുറൽ ബ്യൂട്ടി. ആ ഒരു സമയത്തായിട്ട് എൻ്റെ മൊത്തം ഫുള്ള് കുരുക്കലായിരുന്നു. അപ്പോൾ അങ്ങനെ ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത കണ്ണിൽ വെക്കാനായിട്ടുള്ളൊരു തന്ത്രപ്പാടാണ്. അപ്പോൾ ഈ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആദ്യം കണ്ണിൽ കൂടെ വെച്ചപ്പോൾ എനിക്ക് വെള്ളം വരുന്ന പോലെയൊന്നും തോന്നിയില്ല. പിന്നെയാണ് നോക്കുമ്പോൾ വെള്ളം വരുന്നത്. പിന്നെ നമ്മൾ ഇതല്ലാതെ ഒരു തവണയും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് പോയിട്ടുള്ള ഒരിതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു വീഡിയോയും കൂടി നമ്മൾ സെക്കൻഡ് ടൈം പോയി വന്നതിൻ്റെയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അങ്ങനെ കണ്ണൊക്കെ എഴുതി. അപ്പം എനിക്ക് ഓവർ തിന്നായിട്ട് എഴുതുമ്പോൾ രസമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് കട്ടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഐഷാഡോയും കാര്യങ്ങളൊക്കെ ഇട്ട് മുഖത്തൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുഖത്തൊക്കെ സെറ്റ് ചെയ്ത് ബ്ലഷൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വള ഒരു കയ്യിലിട്ടുണ്ടായിരുന്നു. പിന്നെ മോതിരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഹെയറും ചെയ്ത് നമ്മൾ നേരെ ഇറങ്ങി കേട്ടോ. പിന്നെ ഈ ഒരു ഫുഡ് കഴിക്കൽ കാര്യമാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ കയ്യിൽ ഇത് ഇട്ടുണ്ടായിരുന്നു, നെയിൽ ഇട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അമ്മയാണ് വരുത്തുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ പോയിട്ട് ഷൂട്ടിൻ്റെ പ്ലേസിൽ പോയിരുന്നുണ്ട്. പണ്ടത്തെ ഏതോ ഒരു ഗോപുരം പോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ പോയിരുന്നു. പിന്നെ കുറച്ച് സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ. എനിക്ക് സ്ലോ മോഷൻ ചെയ്യാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ല, എങ്കിൽ അമ്മൻ്റെ ഒരു ഇതിൽ ചെയ്താണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നേരം നിന്ന് കൊടുത്തു. എനിക്ക് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് സ്ലോ മോഷനോ ഈ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു രസമില്ലാത്ത പോലെ നിൽക്കുകയാണ്. ഞാൻ മതി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഇട്ടപ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല, എങ്കിലും എനിക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹീൽസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു ഹീൽസൊക്കെ ഇട്ടിട്ട് അവസാനം ഞങ്ങൾ ബസ്സിനായിരുന്നു വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കാലുവേരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പക്ഷേ ഇട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഹീൽസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇട്ട് നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ആ നെയിൽസിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് നെയിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് വളർത്താൻ നോക്കിയാലും ഞാൻ എത്ര ആയാലും അത് തന്നെ അങ്ങോട്ട് കടിച്ച് കളയാതെ എൻ്റെ ഒരു ഹോബിയാണ്. ഞാൻ എപ്പോഴും അത് വളർത്തുന്നുണ്ടെങ്കിൽ കടിച്ച് കളയാം. എനിക്കത് കടിക്കാണ്ടിരുന്ന് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഒരു ഹെയർ സ്റ്റൈലിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു ഡാൻസിന് തന്നെ അതിൻ്റെ ഇത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈല് പിന്നെയും ചെയ്തു. പിന്നെ അതും വേണ്ടാന്ന് വിചാരിച്ച് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അങ്ങനെ എൻ്റെ ഒറ്റയ്ക്കുള്ള റീലായിരുന്നു. അപ്പോൾ അതും കുഴപ്പമില്ലാണ്ട് എനിക്ക് കളിച്ചു തോന്നുന്നു. പക്ഷേ എൻ്റെ പ്രാക്ടീസിൻ്റെ ഞാൻ ചെയ്ത അത്രയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് സ്റ്റെപ്പൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കട്ടായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ആ സ്റ്റെപ്പ് ഞാൻ അതേപോലെയാക്കി സ്വന്തമായിട്ട് കൊറിയോഗ്രാഫി ചെയ്തു. പിന്നെ ഗ്രൂപ്പായിട്ടുള്ളതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആ ചേച്ചിമാർ രണ്ടുപേര് വേറൊരു സോളവും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ എന്തൊക്കെയൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പം എൻ്റെ കണ്ണാടിയൊക്കെ ഊരി വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എൻ്റെ എല്ലാം ഊരി വരുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭാഗ്യത്തിന് പാവാടയൊന്നും ഊരിപ്പോയില്ല. ആദ്യത്തെ കളി തന്നെ എൻ്റെ തലയുടെയൊക്കെ കാര്യം തീർന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ലോണം തെറ്റിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അന്നൊക്കെ കളിച്ച് അവസാനം ഞാനാണ് ഏറ്റവും കൂടുതൽ തെറ്റിച്ചത്. പിന്നെ തേർഡത്തെ ഹെയർ സ്റ്റൈൽ, ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈലാണിത്. അതിൻ്റെ ഇടയിലൊരു ഹെയർ സ്റ്റൈലും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കാറിലായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ അത് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഫുള്ള് നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഒരു തവണയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനത്തെ ഹെയർ സ്റ്റൈലായിരുന്നു. അപ്പം ഇത് അഴിച്ചെടുക്കാൻ നല്ല പാടുണ്ടായിരുന്നു. അപ്പം ഞാനെങ്കിൽ ഈ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലോണം രാത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 9-9:30 ആയിട്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. 9 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞു. പക്ഷേ വീടെത്തിയപ്പോഴേക്കും രാവിലെ 6-7 മണി ആവാറായി. രാവിലെ നേരം വെളുത്തു. അപ്പോൾ അന്നത്തെ ദിവസം സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഭാഗ്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി.
പിന്നെ എനിക്ക് ഈ ഒരു പോസ് ചെയ്ത് കൊടുക്കാനൊന്നും എനിക്ക് അത്ര അറിയത്തില്ല. അപ്പം അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.